നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം, 6 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടുത്തം, 6 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 6 കുട്ടികൾക്ക് തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈസ്റ്റ് ദില്ലിയിലെ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 11 നവജാത ശിശുക്കളെ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ സ്ഥിരീകരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ഉടനെത്തി തീയണച്ചു. ജീവനക്കാരുടെ കുറവ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനങ്ങൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നും രാത്രി 8:25 റിയാദിലേക്ക് പുറപ്പെടേണ്ട വിമാനവും രാത്രി 11 മണിക്ക് മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ട വിമാനവും റദ്ദാക്കി. ജീവനക്കാർ കുറവായതുകൊണ്ടാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. അവയവം മാറിയ ശസ്ത്രക്രിയ അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ശസ്ത്രക്രിയ പിഴവ് അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. അടുത്ത മാസം 1-ന് ബോർഡ് യോഗം ചേർന്ന് കേസ് പരിശോധിക്കും. 4 വയസ്സുകാരിക്ക് കൈവിരലിന് പകരം നാവിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലാണ് അന്വേഷണം. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അപേക്ഷ പ്രകാരമാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ വിദഗ്ധരെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത്. കൊച്ചിയിൽ കൂടുതൽ മീനുകൾ വീണ്ടും ചത്തുപൊങ്ങി, 1/2 കോടി രൂപയുടെ നഷ്ടം. കുണ്ടന്നൂരിലെ മത്സ്യക്കുരുതി കൂടുതൽ മീനുകൾ വീണ്ടും ചത്തുപൊങ്ങി. കാരണം കണ്ടെത്താനുള്ള കുഫോസ് പരിശോധന ഫലം നാളെ. 1/2 കോടി രൂപയുടെ നഷ്ടമെന്ന് പ്രാഥമിക കണക്ക്. കർഷകരുടെയും കുഫോസ് അധികാരികളുടെയും യോഗം വിളിച്ച് മരട് നഗരസഭ ശനിയാഴ്ച വൈകിട്ടോടെയാണ് കുണ്ടന്നൂർ കായലിൽ മീനുകൾ ചത്തുപൊങ്ങിയത്. കുഫോസിലെയും ഫിഷറീസിലെയും ഗവേഷകർ ചത്ത മീനുകളുടെ സാമ്പിൾ ശേഖരിച്ചു. കാഞ്ഞങ്ങാട് പടന്നക്കാട് പീഡനക്കേസ് പ്രതി സലീമിന്റെ DNA പരിശോധിക്കാനൊരുങ്ങി പോലീസ്. പ്രതി കുടക് സ്വദേശി PA സലീം തന്നെയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. നടപടികളുടെ ഭാഗമായി സലീമിന്റെ രക്തവും മുടിയും ശേഖരിക്കാൻ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ജീവൻരക്ഷാ മരുന്നുകൾ പോലും ലഭിക്കുന്നില്ല. ആരോപണവുമായി രോഗികൾ. ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൌജന്യമായി നൽകുന്ന ജീവൻ രക്ഷാ മരുന്നുകൾ ഇല്ലാത്തത് രോഗികളെ ദുരിതത്തിലാക്കുന്നതായി പരാതി. OPയിൽ നിന്ന് ഡോക്ടർ കുറിച്ചു നൽകുന്ന മരുന്നുകളിൽ പകുതി പോലും രോഗികൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ആരോപണം. അബ്ദുൾ റഹീമിന്റെ മോചനം, 47 കോടി രൂപ ലഭിച്ചതായി റിയാദിലെ നിയമസഹായ സമിതി ഭാരവാഹികൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൌദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 47 കോടി രൂപ ലഭിച്ചതായി റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ. ഇത് സംബന്ധിച്ച കണക്കുകൾ നാട്ടിലെ അബ്ദുൾ റഹീം സഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ ഉടൻ തന്നെ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
ബാർക്കോഴ ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. ബാർക്കോഴ ഗൂഢാലോചന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം നാളെ ഇടുക്കിയിലെത്തും. ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തും. പ്രാഥമിക അന്വേഷണത്തിൽ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. പണപ്പിരിവ് നടന്നോ എന്നും പണം ആർക്കെങ്കിലും കൈമാറിയോ എന്നും അന്വേഷിക്കും. ആശ്വാസമായ സ്വർണ്ണവില, നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിയുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് വില ഇത്രയും കുറയുന്നത്. വെള്ളിയാഴ്ച കുത്തനെ കുറഞ്ഞ വില കഴിഞ്ഞ 2 ദിവസമായി നിശ്ചലമാണ്. പവന് 720 രൂപയുടെ കുറവാണ് വെള്ളിയാഴ്ച മാത്രം രേഖപ്പെടുത്തിയത്. വ്യാഴവും വെള്ളിയുമായി 1500 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ കുറവ് വന്നിരിക്കുന്നത്. വിലയിൽ മാറ്റമില്ലാത്തതിനാൽ ഇന്നും ഇതേ നിരക്കുകളിലാണ് വ്യാപാരം നടക്കുക. ആഗോള വിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലാക്രമണത്തിന് സാധ്യത. ശക്തമായ വേനൽ മഴയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിലവിൽ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടാകുമെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരും. അതേസമയം മെയ് 31 ശേഷം സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.